നമസ്കാരം. ഡിസംബർ 21 ഇന്റർനാഷണൽ മെഡിറ്റേഷൻ ഡേ ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചത് ഭാരതം വളരെ സന്തോഷത്തോടുകൂടിയാണ് അറിഞ്ഞത്. അന്ന് രാത്രി 8 മണിക്ക് ഓൺലൈനില് 20 മിനിറ്റ് ലോകമെമ്പാടും ഈ പരിപാടിയിൽ ചേരാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദാജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലും വളരെ ഗംഭീരമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഒട്ടാകെ നടത്താൻ പോകുന്നു എന്നറിഞ്ഞതും സന്തോഷമാണ്. നമുക്കൊക്കെ അറിയാം, നമുക്കെല്ലാവർക്കും സന്തോഷം വേണം, സംതൃപ്തി വേണം, സമൃദ്ധി വേണമായിരിക്കാം, ഇതെല്ലാം വേണമായിരിക്കാം. പക്ഷെ ഇതിലൊക്കെക്കാട്ടിലും ഉപരി വേണ്ടത് സമാധാനമാണ്. സ്വർണ്ണത്തട്ടത്തിലുണ്ടാലും ഒരു നിമിഷം പോലും സമാധാനമില്ലെങ്കിൽ എന്താ കാര്യം? സമാധാനമാണ് വേണ്ടത്. സമാധാനത്തിന് പല വഴികൾ പല ആചാര്യന്മാരും ലോകത്ത് പല സ്ഥലങ്ങളിലും പല രീതിയിൽ അവർ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഭാരതത്തിന് പുതിയതല്ല. ഭാരതത്തിന്റെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് ധ്യാനം. ധ്യാനം എന്നുള്ളതിനെ പറ്റി അറിയാൻ വയ്യാത്ത ആരും തന്നെ ഭാരതത്തിൽ കാണുമോ എന്നുള്ളത് സംശയമാണ്. കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ധ്യാനം എന്നുള്ള ഒരു ആശയം അതിനെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ബിന്ദുവിൽ കൂടെയോ എങ്ങനെയാണെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ മനസ്സിനും ദേഹത്തിനും ബുദ്ധിക്കും ഒക്കെ ഒരു ഉത്തേജനം അത് കഴിയുമ്പോൾ ഉണ്ടാവും. ശാന്തമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഒരു സമ്മാനമാണ് മെഡിറ്റേഷൻ. അത് അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. 21 എന്ന് പറയുമ്പോൾ 2+1 3 ശിവന്റെ 3-ാം തൃക്കണ്ണിനെ പറ്റിയൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. ആജ്ഞാചക്രമാണ്. ആജ്ഞാചക്രത്തിനെ ഉത്തേജിപ്പിക്കുമ്പോൾ ആ ചക്രം തുറന്ന് ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് അന്ധകാരമാകുന്ന ശത്രുവിനെ നശിപ്പിക്കുകയാണ് ആ 3-ാം തൃക്കണ്ണ്. അതിൻ്റെ ഒരു വളരെ ശാന്തമായ സ്വഭാവമാണല്ലോ ധ്യാനം. ഏതായാലും ഇങ്ങനെ ഒരു സംവിധാനം ഇപ്പൊ വരാൻ പോകുന്നു എന്നറിഞ്ഞതിൽ അതീവ സന്തോഷമുണ്ട്. ദാജിയും അദ്ദേഹത്തിന്റെ ഗുരുപരമ്പരകളുണ്ടല്ലോ, അവരെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ സമാപിക്കട്ടെ എന്ന് ഞാനും പത്മനാഭസ്വാമിയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ.